സഞ്ജു അഖില സഞ്ജു നേച്ചർ ലവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുറച്ചൊരു ലോങ് ഡ്രൈവാണ്. എന്താ പറയുക, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടി പോവുകയാണ്. അത് താമരശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. കാറിൽ തന്നെയാണ് പോണത്. അപ്പോൾ കുറച്ച് ലോങ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും പോകുന്ന വഴികളും മാത്രമല്ല, അങ്ങനെ അവിടം വരെയുള്ള വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സമയം 7 മണി ആവണു. അപ്പോൾ 6:56. അപ്പോൾ നമ്മൾ എന്താ പറയുക, രാവിലെ നേരത്തെ എണീറ്റിട്ട് നേരത്തെ ഒരുപാട് എണീക്കാനൊക്കെ വൈകി. അമ്മ കൊട്ടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സമയം കാണുന്നത്. ഓക്കെ, അതൊക്കെ എന്തെങ്കിലാട്ടെ. അപ്പോൾ നമ്മൾ 6:56 ഇവിടുന്ന് ഇറങ്ങണത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കൊപ്പം വളാഞ്ചേരി റോഡിലെത്തി. ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ എന്താ പറയുക, നാറാണത്ത് ഭ്രാന്തൻ, ആ മല കണ്ടോ? ആ മലയുടെ അവിടെ ഞാൻ ഒന്ന് സൂം ചെയ്ത് പിടിച്ച് നോക്കാം. ഒരു പൊട്ട് പോലെ കണ്ടോ, ഒരാൾ നിൽക്കണ മാതിരി തോന്നണല്ലേ? അത് നാറാണത്ത് ഭ്രാന്തൻ, അതിൻ്റെ രൂപമാണ് കേട്ടോ അവിടെ. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. ആ ഒരു കണ്ടില്ലേ, ഒരു കൊട്ട പോലത്തെ ഒരു സാധനം അതിൻ്റെ അകത്തൊക്കെ കൊണ്ടുവന്നിട്ട്, പിന്നെ നമ്മൾ ഹാഫാണ് പറഞ്ഞത്, കറി ഹാഫാണ് പറഞ്ഞെങ്കിലും എങ്ങനെ പോലെ 2 പേർക്കും കഴിക്കാൻ, നിറയെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഹാഫെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുള്ള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി ഫുള്ളായിട്ട് കഴിക്കാം. അതേപോലെ നല്ല അത്യാവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഓരോ കോഫിയും പറഞ്ഞു ഞങ്ങൾ. ഹലോ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടോ അവിടുന്ന്. അപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അവരുടെ. നന്നായിട്ട് അവർ നമ്മളെ കെയർ ചെയ്തു എന്ന് പറയാം. ഫുഡ് കഴിക്കാൻ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മളെ ഫാമിലീസിന് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി. അവിടെ ഒരാൾ നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറെ ആൾക്കാർ ഫാമിലീസ് ഒന്നും വന്നിട്ടില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി കൃത്യമായിട്ട് ആൾ നമ്മുടെ പ്രൈവസിയിൽ ഇടപെടാതെ തന്നെ കുറച്ച് അപ്പുറത്തേക്ക് ദൂരെ മാറിപ്പോയി. അയാളുടെ കാര്യം നോക്കി അയാൾ അവിടെ ഇരുന്ന് കാര്യങ്ങൾ ഇടയ്ക്ക് വന്ന് ഫുഡ് എന്താ വേണ്ടത് അതാണ് ചോദിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് അയാൾ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ പെപ്പർ ചിക്കനും വെള്ളയപ്പമാണ് കഴിച്ചത്. ഇപ്പോൾ രാവിലെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് എരിവുള്ള ഭക്ഷണം, സാധാരണ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് പൊറോട്ട എടുക്കട്ടെ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നുണ്ട്. കാരണം രാവിലെ ഇവരൊക്കെ മലപ്പുറം സൈഡിലൊക്കെ രാവിലെ അവർ പൊറോട്ടയും ഇതൊക്കെ കഴിക്കും, നല്ല ഹെവി ഫുഡ് കഴിക്കുന്ന ആൾക്കാർ. നമുക്ക് ശീലമില്ലല്ലോ. അപ്പോൾ നമ്മളത് വെള്ളയപ്പാണ് കഴിച്ചത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പം നമ്മുടെ എന്താ പറയുക, ഞാൻ സാധ്യത പറഞ്ഞാൽ വെള്ളച്ചോറുണ്ട് വെച്ചാൽ, കാരണം ഇത്ര നേരത്തേക്ക് പോവുകയാണ് വെച്ചാൽ ഇത്തിരി വെള്ളച്ചോറും ഇത്തിരി മുളക് കുഴച്ചത്, നല്ല എരി വേണം എനിക്ക്. രാവിലെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണ് വെച്ചാൽ എരി വേണം, പിന്നെ ഫുഡ് കഴിക്കണം. അതെനിക്ക് മസ്റ്റായിട്ടൊരു സാധനമാണ്. ഫുഡ് കഴിച്ചിട്ടേ ട്രാവൽ ചെയ്യാവുള്ളൂ. അപ്പം ഇനി ഇതിലാരെങ്കിലും ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, രാവിലെ നിങ്ങൾ കുറച്ച് ഭക്ഷണം വേണ്ട, നിങ്ങൾ ചോറാണ് കഴിക്കുന്നവരാണെങ്കിൽ ചോറ് കുറച്ച് കഴിച്ചിട്ട്, നല്ല എരി കഴിക്കുന്നവരാണെങ്കിൽ എരി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി നോക്ക്, ഒരിക്കലും ഛർദ്ദിക്കാൻ പറ്റില്ല, ഛർദ്ദിക്കൂല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം കറക്റ്റ് ശരീരത്തിൽ എത്താത്ത കാരണം ഗ്യാസ് വന്നിട്ടാണ് നമ്മൾ ഛർദ്ദിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എന്താ പറയുക, ഭക്ഷണം കഴിക്കാതെ യാത്ര ഇറങ്ങരുത്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു, നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഓട്ടോ ചേട്ടൻ നമുക്ക് അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഓട്ടോ ചേട്ടന് നമുക്കിങ്ങനെ വണ്ടി തിരിക്കാനൊക്കെ ബാക്കിയുള്ള വണ്ടികളൊക്കെ കൈ കാണിച്ച് നിർത്തിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ തന്നു. ചില ആൾക്കാർ നന്മയുള്ള ഹൃദയങ്ങളുള്ള ആൾക്കാരും ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് കൂടി പോവാണ് കേട്ടോ. ആയിട്ടില്ല, അതെ, കൺസ്യൂമർ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ആയി ഏരിയ തന്നെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഒരു ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ വന്നിരുന്നു.
ഇവിടെയൊക്കെ നിറച്ച് പോലീസുകാരുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നിറയെ ഫോറസ്റ്റ് ഏരിയ. ഇതാണ് ഉദ്ദേശിച്ചത് ഏട്ടൻ പറയുന്നു. ആയിരിക്കാം. ഇവിടെ രാത്രി കാണാൻ നല്ല രസമായിരിക്കില്ലേ, ലൈറ്റൊക്കെ കത്തിട്ട്. നമ്മൾ തിരിച്ച് ഇതുവഴിയാണ് വരിക മിക്കും. 2 കായല് സെന്ററിൽ സ്ഥലമുണ്ട് അല്ലേ. അവിടെ വീടൊക്കെ ഉണ്ടാവോ? എന്താളേ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്ങാൻ കൊര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്ങാൻ കൊര പറിച്ചാട്ടെ. താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തകത്തകതിനന്തകത്തകതിനന്തകത്തെയ്താര പെറ്റമൻ തിന്നവളെ തത്തച്ചുണ്ടുള്ളവ മുറുക്കേ പെറ്റ ചമച്ച് മുറുക്കിച്ചു എത്തിച്ചു വീണത് ചേറ്റിലാണ്. പെറ്റമൻ തിന്നവളെ തത്തച്ചുണ്ടുള്ളവ മുറുക്കേ പെറ്റ ചമച്ച് മുറുക്കിച്ചു വപ്പിച്ചു വീണത് ചേറ്റിലാണ്. താത്തിനന്തകത്തെയ്താര ദേനി വഴിയുണ്ട് കേട്ടോ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ. ചെന്നിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്ത് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മളവിടെ കുറച്ച് നേരം മുകളിൽ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മോൾ സൈഡിലത്തെ വീഡിയോസ് എടുത്താണ്. താഴെയും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിറച്ച് മീൻസ് കുറച്ച് അവരുടെ റിലേറ്റീവ്സൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയില്ല. മുകളിലാകുമ്പോൾ അധികം തിക്കും തിരക്കും ഇല്ലാത്തൊരു നല്ല ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സ്പേസാണ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല വർക്കാട്ടോ, നല്ല രസമുണ്ടായിരുന്നു വീടൊക്കെ. ഹലോ, അപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ നമ്മളെത്തി. നമ്മൾ വളരെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചു, നമ്മുടെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അയ്യോ, ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല അല്ലേ? അയ്യോ, ഞാൻ സോറി, മറന്നുപോയി. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അവരോട് യാത്ര പറഞ്ഞു പോരുകയാണ്. നമ്മൾ ചിലപ്പോൾ ഇനി വേറൊരിക്കൽ കൂടി ഇവിടെ ഏട്ടൻ്റെ വർക്കിൻ്റെ ആവശ്യമായിട്ട് വരേണ്ടി വരും. അത് പിന്നീട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ആൾക്കാരോട് കാണാണ്ടായിരുന്നു, കണ്ടില്ല. നമ്മൾ വേഗം പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോരണ വഴികളാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ബീച്ചിലൊക്കെ പോകണമെന്നുണ്ട്. എന്ത് വെയില, ഈ വെയിലത്ത് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ആസ്വദിക്കാനൊന്നും പറ്റൂല. കരിക്കട്ടയായിട്ട് ഒന്നാതേ ഈ വെയിൽ സഹിക്കാൻ പറ്റില്ല. ബീച്ചിലും കൂടെ പോയി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അപ്പം പോകണില്ല. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ എന്താ പറയുക, എവിടെ പോയാലും തിരിച്ച് അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ ആ ഒരു ബെഡ്റൂമിൽ വന്നിട്ട് ആ ഒരു ഫാനൊക്കെ ഇട്ടിരിക്കുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമുക്ക് പാലത്തിന് താഴത്ത് നിറച്ച അമ്പലമാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ അതെല്ലാം നല്ല പിങ്ക് കളറായിരുന്നു. ഉച്ചയായപ്പോഴേക്കും ഇതൊക്കെ മാറി. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് കൂടി പോയിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ആ പരിസരത്ത് കൂടി വരുമ്പോൾ എടുക്കണ വീഡിയോ കേട്ടോ. നല്ല റോഡ് അല്ലേ? റൈറ്റ് സൈഡിൽ
പല ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഇപ്പുറത്ത് നമുക്ക് റോഡിൽ തന്നെ കാണാം ക്യാമ്പസ്. ഇവിടെ നേരത്തെ പോകുമ്പോൾ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ പോലീസുകാർ നിറയെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചല്ലോ. ഇനിയിപ്പോൾ എന്താ, ഇനി നോക്കാം. നമ്മൾ കല്ലുമ്മക്കായ പിന്നെ വില ചോദിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ചേട്ടൻ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോൾ കിലോയ്ക്ക് 300 രൂപയാണ്. അപ്പം നമ്മൾ വാദിക്കാൻ നിന്നില്ല. വേറൊന്നുമല്ല, അവർ പറഞ്ഞ വള്ളത്തിൽ പോയിട്ട് കടലിൽ പോയിട്ട് കൊണ്ടുവരണമാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളൊരു 1 കിലോ വാങ്ങി. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ എൻഡിൽ കാണിച്ചു തരാം കേട്ടോ. പാടങ്ങൾ അതെന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഉറക്കം നമ്മൾ ഏകദേശം വളാഞ്ചേരി എത്തിട്ടോ. വളാഞ്ചേരി എന്താ പറയുക, വളാഞ്ചേരി എന്താ കാർത്തിക സിനിമ തിയേറ്ററിൻ്റെ അടുത്തൊക്കെ എത്തി. ഇനിയുണ്ട്, കുറച്ച് ദൂരം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ പോയത് രാവിലെ 6:56 പോയതാണ്. ഇപ്പോൾ വളാഞ്ചേരിയിൽ 4:43 എത്തി തിരിച്ച്. ഇനി ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? ഇനി ഇവിടുന്ന് 1 മണിക്കൂറൊക്കെ ഉണ്ട്, 2 മണിക്കൂർ ഇനിയുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഇനിയുണ്ട്. നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോഴേക്ക് ക്ഷീണിച്ചു. അപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് അല്ല, ഒരു എന്തായിട്ട് ഇതിന് പറയാം, ടാബ്ലറ്റ് ആണ്. അപ്പോൾ കൊറിയൻ റെഡ് ജിൻസിങ് ടാബ്ലറ്റ് എന്ന് പറയും. ഇത് കഴിക്കാൻ പോവാണ്. അപ്പം നമുക്കിത് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് എന്താ, ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പം ഏട്ടൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഇത് ഒരുതരം ചെടിയാണ് ഇത്രേ. ചെടിയുടെ വേരാണ്. അപ്പോൾ ആ ചെടിയുടെ വേരെന്ന് പറഞ്ഞാൽ കൊറിയയിലാണ് ഇത്ര ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വേരെന്ന് പറയണത് ഭയങ്കര ജീവൻ ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ എത്ര വർഷം കൂടുമ്പോൾ 6 വർഷം കൂടുമ്പോഴാണ് ഇത്ര അത് നമ്മൾ വിളവെടുക്കുക. അതിൻ്റെ ആ വേരിങ്ങനെ നല്ല പിടിച്ചൊരു പ്രത്യേക രീതിയിലാണ് അത്ര അത് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ വേരിങ്ങനെ തന്നെ ഓടുന്നു. അപ്പോൾ ആ ചെടി ഒരിടത്ത് നിർത്താൻ പറ്റില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ ചെടി പിഴുതെടുക്കില്ലേ, മണ്ണിന്ന് വേർപിട്ട്, മണ്ണെന്നായിരിക്കണം. കൊറിയയിലാണ് കേട്ടോ. നമുക്ക് അത് കേട്ടറിവാണ്. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നിയോണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ എവിടെയാണോ നിർത്തിയിട്ടുള്ളത് മണ്ണിലായിരിക്കണം. അപ്പോൾ അതിന്ന് ഇങ്ങനെ ആ ചെടിയുടെ വേര് അവിടെ നിന്ന് അത് വേർപെടുത്തി എടുത്തിട്ടുണ്ടെങ്കിലും ശരിയായ രീതിയിൽ പിടിച്ചിട്ടില്ലെങ്കിൽ ആ ചെടിയുടെ വേര് ഓടുത്രേ. അങ്ങനെ എന്തോ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഒരു 10 മിനിറ്റില്ല. നല്ല ഒരു പച്ച കളറ് വെള്ളം കളർ. അപ്പം നമ്മളിത് കഴുകാനൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ പോവാണ്. അപ്പം ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് അതൊന്ന് എന്താ പറയുക പുഴുങ്ങണം. ആദ്യം അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നതിന് മുന്നേ നമ്മളിത് നന്നായി കഴുകണം. അതിലൊരു വേര് പോലൊരു സാധനം ഉണ്ടാവും. അത് നന്നായി ചെത്തിക്കളഞ്ഞ് തോടിൻ്റെ അടുത്തുനിന്ന് ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നന്നായി ഫ്രഷ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം കുറച്ചുണ്ടായിരുന്നു. ഇത് 1 കിലോ ഉണ്ട് കേട്ടോ. 300 രൂപയാണ് 1 കിലോയ്ക്ക്. എന്നാൽ കുറച്ച് എടുത്ത് വരുമ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ. എന്നാലും അത് ജീവനുള്ള സാധനമല്ല. അപ്പോൾ ഇങ്ങനെ തിളപ്പിക്കുമ്പോഴാണ് അതിങ്ങനെ തുറന്നു വരുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് അത് ഇങ്ങനെ തിളച്ച് റെഡിയായി കിട്ടും. ഇപ്പോൾ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് എല്ലാം ഓപ്പണായിട്ട് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് അടർത്തി എടുക്കാൻ പാകത്തിന് സെറ്റായി കിട്ടി. ഇത് കാണിച്ചു തരാം അത് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഏകദേശം ഒരു ഓറഞ്ച് കളറൊക്കെയാണ്.
കണ്ടോ, ചിലത് വൈറ്റ് കളറിലുണ്ട്, ചിലത് നല്ല ഓറഞ്ച് കളറിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. സത്യം പറഞ്ഞാൽ അങ്ങനെ പച്ചക്കൊക്കെ പണ്ടൊക്കെ ഈ കക്കയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കക്ക നമ്മുടെ വീട്ടിലൊക്കെ അവിടേക്കൊക്കെ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ പുഴുങ്ങിക്കഴിഞ്ഞാൽ കക്ക നേരെയാക്കുമ്പോൾ വെറുതെ പറക്കി തിന്നും. ഇതിപ്പം ആദ്യമായിട്ടാണ് ഇത് അങ്ങനെ, ഇതുവരെ ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് ടൈമാണ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അതൊക്കെ അതിൻ്റെ ഉള്ളിലത്തെ കുറേ സാധനങ്ങൾ എടുത്ത് കളയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം, പ്രിപ്പറേഷൻ നോക്കാം. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. പ്രിപ്പറേഷൻ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ തവിടെണ്ണ അല്ലെങ്കിൽ നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ചട്ടി ചൂടായതിന് ശേഷം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ആ എണ്ണ ഒരിത്തിരി ഒന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, വേണമെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ കറിവേപ്പില ഇടാം. അതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഒരു ഏകദേശം ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി കളർ, നമ്മൾ വഴറ്റുമ്പോൾ സാധാരണ ആ കളർ ഏകദേശം വരണം. അതിൻ്റെ ഒരു പാകം ആവുമ്പോഴേക്കും, നേരത്തെ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, അതിന് മുന്നേ നമുക്ക് നമ്മുടെ എന്താ പറയുക എടുത്തു വെച്ചിട്ടുള്ള ഈ കക്ക ഉണ്ടോ, അത് ഞാൻ അതിൻ്റെ ഉള്ളിലത്തേക്ക് പീച്ചി കളഞ്ഞൊക്കെ റെഡി ആക്കിയപ്പോഴേക്കും അത്രേ ഉള്ളൂ. സംഭവം 1 കിലോ ആണ് കേട്ടോ, അത് തോടിൻ്റെയും കൂടെ വെയിറ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് അതിൻ്റെ കൂടെ കിടന്ന് വെന്തോട്ട് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. നന്നായി വഴണ്ടി വരണം. നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇടണം. അത് തേങ്ങയും കൂടി ഇട്ടിട്ട്, ഇനി തേങ്ങ ഇങ്ങനെ ചിരകിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഇടുന്ന പോലെ തേങ്ങ കുഞ്ഞായിട്ട് നുറുക്കിയിട്ടും ഇടാം കേട്ടോ, അതും ടേസ്റ്റാണ്. അങ്ങനെ ഇടാം. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട്, തേങ്ങ, ചുവന്നുള്ളി, നമ്മൾ എന്താണ് കല്ലുമ്മക്കായ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണം. ലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത്, പിന്നെ എന്താ പറയുക കുരുമുളക് പൊടി, അതൊക്കെയാണ് ഇടാൻ പോണത്. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എല്ലാ സംഗതി, ഉലുവ പൊടിച്ചതിട്ടു. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും വഴറ്റാണ് കേട്ടോ. നന്നായി വഴറ്റിയെടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ കക്ക നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്താണല്ലോ, പുഴുങ്ങിയിട്ടെടുത്തതല്ലേ. അപ്പോൾ വഴറ്റിയെടുക്കുന്നതിന് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കണത്. ഏകദേശം വെന്ത സാധനമാണല്ലോ, വെന്തതല്ലേ, അപ്പോൾ വഴറ്റിയത് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിലേക്കൊക്കെ പറയുകയാണെങ്കിൽ കക്കാത്തോരൻ എന്ന് പറയും. ഇവിടെ കല്ലുമ്മക്കായ ഉപ്പേരി, കല്ലുമ്മക്കായ സെറ്റായി വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ച് ഏകദേശം ആയിക്കണു. ഇനി ഒന്നും കൂടി നമ്മുടെ ഒരു മനസ്സംതൃപ്തിക്ക് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ജസ്റ്റ് വയ്ക്കാമെന്ന് മാത്രം. അപ്പോൾ 2 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് റെഡി ആയിട്ടോ. ഹായ്, അപ്പോൾ കുറച്ച് നേരത്തെ അധ്വാനത്തിന് ശേഷം നമ്മുടെ എന്താ പറയുക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതാണ് സംഗതി. അപ്പോൾ എന്താ പറയുക, എൻ്റെ മുഖമൊക്കെ ആകെ ഡള്ളായിട്ടുണ്ടാവും. യാത്ര ചെയ്ത് വന്നിട്ട് കുളിച്ച് ഫ്രഷായി അപ്പോൾ തന്നെ നമ്മൾ കിച്ചണിൽ കയറി പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ സാധനം ആദ്യമായിട്ടോട്ട് കഴിക്കണം, അതുകൊണ്ട് ഒരു ഫസ്റ്റ് നമ്മൾ കാര്യം കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. എങ്ങനെയാണ് കക്ക കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ല. സെയിം കക്കയിറച്ചിയുടെ അതേ ടേസ്റ്റ്. അപ്പം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.